നാഷണൽ ഡിഫൻസ് കൗൺസിൽ രൂപീകരിക്കാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചു. കഴിഞ്ഞ മാസം 25-ാം തീയതി അവസാനിച്ച യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം ഇനി വല്ല കാരണവശാലോ ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഏകോപനത്തോടു കൂടി പ്രതികരിക്കണം എന്നുള്ളതാണ്. വ്യോമ, നാവിക, കരസേനയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചേർത്ത് നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നാഷണൽ ഡിഫൻസ് കൗൺസിൽ എന്ന് പറഞ്ഞ സംവിധാനത്തോടു കൂടി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് ആയത്തുള്ള അലി ഖംനായുടെ ഉത്തരവ് പ്രകാരം ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പെഷഷ്കിയാൻ ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ നമ്മൾ വിശ്രമിക്കുന്ന ഒരു സമയം പോലെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കൾ ശക്തരാണ്. നമ്മൾക്ക് നേരെ ഇനിയും തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അലർട്ടായി തന്നെ നിൽക്കണം. ആകാശവും ഭൂമിയും കടലും കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കണം. നമ്മുടെ ശത്രുക്കൾ ബലമുള്ളതാണെങ്കിൽ പോലും അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ 13 ദിവസത്തെ യുദ്ധവുമായിട്ട് നമുക്ക് തെളിയിക്കാൻ വേണ്ടി സാധിച്ചത്. അതിനാൽ എന്ത് ചെയ്യണം? വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഏകോപന സംവിധാനം ഉണ്ടാക്കുകയും അതിന് പ്രത്യേകപരമായിരിക്കുന്ന പ്രാക്ടിക്കൽ നൽകുന്ന അതേക്കുറിച്ചുള്ള ഒരു കൃത്യമായിരിക്കുന്ന പഠനം നടത്തുന്ന ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്യും. രാജ്യത്തിൻ്റെ അകത്ത് രാജ്യത്തിൻ്റെ ശത്രുക്കളെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ നിലപാടുകൾക്കൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് കൂടിയാണ്